യിം സൂൺ റിയുടെ സംവിധാനത്തിൽ 2018 പുറത്തിറങ്ങിയ അതിമനോഹര കൊറിയൻ ചലച്ചിത്രമായ ലിറ്റിൽ ഫോറസ്റ്റിന്റെ കഥയാണ് നമ്മളിന്ന് പറയാനായി പോകുന്നത്. ജാപ്പനീസ് മാംഗയെ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ ചിത്രം നിർമ്മിക്കപ്പെട്ടത്. പട്ടണത്തിൽ താമസിച്ചു പഠിക്കുകയായിരുന്ന ഹേവോൺ തന്റെ നാടിനെ മനസ്സിലാക്കി ഒരു ഗ്യാപ്പിന് വേണ്ടി ഗ്രാമത്തിലേക്ക് മടങ്ങി വരുന്നതും പിന്നീട് ആ ഗ്രാമത്തിലെ ജീവിതം അവളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതുമാണ് സിനിമയുടെ ഇതിവൃത്യം. മനോഹരമായ കൊറിയൻ ഗ്രാമത്തിന്റെ ഭംഗിയും അവരുടെ ഭക്ഷണ രീതിയുമെല്ലാം സിനിമയിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നു. മികച്ച ഫീൽ ഗുഡ് ചിത്രങ്ങളുടെ ഗണത്തിൽ തീർച്ചയായും പെടുത്താവുന്ന ഒരു ചലച്ചിത്രമായതിനാലാണ് ഇത് ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചതും. സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് നേരെ മനോഹരമായ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകാം. കഥാനായിക സോങ് ഹേവോൺ അന്ന് പുറത്തെ കടയിൽ പോയ ശേഷം ഗ്രാമത്തിലേക്ക് മടങ്ങി വരികയാണ്. നെൽകൃഷിക്കും ആപ്പിളിനും പേരുകേട്ട ഒരു ഉൾഗ്രാമമാണ് മാ സൂങ് ലിങ്. എന്തെങ്കിലും വാങ്ങണമെങ്കിൽ കഥാനായികയ്ക്ക് പട്ടണത്തിലേക്ക് പോകണം. പട്ടണത്തിൽ പോയി വരാൻ ഏകദേശം 1 മണിക്കൂറെങ്കിലും എടുക്കും. 3 മാസം മുമ്പത്തെ ശൈത്യകാലത്താണ് അവൾ സിയോളിൽ നിന്നും തന്റെ കുട്ടിക്കാലത്ത് താമസിച്ചിരുന്ന വീട്ടിലേക്ക് വന്നത്. തിരികെ സൈക്കിളിൽ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ആ പഴയകാല ഓർമ്മകളായിരുന്നു അവളുടെ മനസ്സ് നിറയെ. കനത്ത മഞ്ഞു പെയ്ത ശൈത്യകാലമായിരുന്നു അത്. പട്ടണത്തിൽ നിന്നും ജീവിതത്തിലുണ്ടായ കുറെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ അവൾ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോന്നു. അമ്മയ്ക്കൊപ്പം പണ്ട് താമസിച്ചിരുന്ന വീട്ടിലേക്ക്. അമ്മ ഇപ്പോൾ അവിടെയില്ല. അതൊരു വലിയ കഥയാണ്, വഴിയെ പറഞ്ഞു പോകാം. വീട്ടിലേക്കെത്തിയ അവൾ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ ആദ്യം ആ നെരിപ്പോട് കത്തിച്ചു. ശേഷം ചൂട് കായാൻ തുടങ്ങി. നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണം ഉണ്ടാക്കാൻ ശ്രമിക്കാൻ തുടങ്ങി. പക്ഷേ അടുക്കള താമസമില്ലാത്തതിനാൽ കാലിയാണ്. സന്ധ്യയോടടുത്തിരുന്നു അവൾ പുറത്തെ കൃഷിയിടത്തിൽ ഇറങ്ങി നോക്കി. അവൾക്കൊരു പച്ചക്കറി ലഭിച്ചു. അമ്മ ഉണ്ടാക്കുന്ന രീതിയിൽ വൃത്തിയായി അത് പാകം ചെയ്ത് അവൾ കഴിക്കാൻ ആരംഭിച്ചു. വയറ് നിറഞ്ഞ പോലെ തോന്നി. അവൾ നിലത്തേക്ക് ചാഞ്ഞു. ചൂട് കാഞ്ഞു കിടന്ന് അന്ന് അങ്ങനെ തന്നെ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് എഴുന്നേറ്റപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല തണുപ്പുള്ളപ്പോൾ അവൾക്ക് സൂപ്പ് കഴിക്കാൻ കൊതി തോന്നും. അവൾ സൂപ്പിനായുള്ള മാവ് പരതിയെടുത്ത് അത് കുഴച്ച് 2 മണിക്കൂർ വെച്ചു. ആ സമയം കൊണ്ട് മഞ്ഞും വൃത്തിയാക്കിയെടുക്കാം എന്നതായിരുന്നു അവളുടെ പ്ലാൻ. അപ്പോഴേക്ക് മാവ് തയ്യാറാവുകയും ചെയ്യും. വീടിന് പുറത്തേക്കിറങ്ങിയ അവൾ വീടിന്റെ പുറത്തെ മഞ്ഞ് നീക്കം ചെയ്യാൻ തുടങ്ങി. മഞ്ഞ് നീക്കം ചെയ്യൽ നല്ല അധ്വാനമുള്ള പണി തന്നെയാണ്. അവൾ പണി ചെയ്ത് നിൽക്കുമ്പോഴാണ് പുറത്തുകൂടെ ഒരു ട്രക്ക് വന്നത്. ട്രക്കിലുണ്ടായിരുന്ന പയ്യൻ വീടിനകത്തേക്ക് നോക്കി. അവളെ കണ്ടൊന്ന് ചിരിച്ച് ട്രക്കുമായി മുന്നിലേക്ക് പോയി. അത് ജേഹയായിരുന്നു, അവളുടെ ബാല്യകാല സുഹൃത്ത്. വീടിനകത്തേക്ക് വന്ന അവൾ സൂപ്പും മറ്റു ഭക്ഷണ വിഭവങ്ങളും പൂർണ്ണമായി ഉണ്ടാക്കിയെടുത്തു. ശേഷം ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. അതോടെ അരിയും മാവും തീർന്നിരുന്നു. ഇനി അരിയും മാവും വാങ്ങണമെങ്കിൽ പട്ടണത്തിലെ സൂപ്പർ മാർക്കറ്റിൽ പോകണം, അല്ലെങ്കിൽ അടുത്തുള്ള ആന്റിയോട് ചോദിക്കണം, അല്ലെങ്കിൽ പിന്നെ പട്ടിണി കിടക്കണം. അവൾക്കാണെങ്കിൽ അവളിപ്പോൾ അവിടെ വന്നത് ആരും അറിയരുതെന്നുണ്ടായിരുന്നു. പക്ഷെ വിറക് കീറിക്കൊണ്ടിരുന്നപ്പോഴാണ് അങ്ങോട്ടേക്ക് യെൻസു വന്നത്. യെൻസു ഹേവോണിന്റെ ബാല്യകാല സുഹൃത്തുക്കളിൽ ഒരാളാണ്, ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്. അവൾ ഓടി വന്ന് തിരികെ വന്ന ഹേവോണിനെ ഏറെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. ഒപ്പം അവൾ വന്നതറിയിക്കാത്തതിന്റെ പേരിൽ അവളോട് ദേഷ്യപ്പെടാനും തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് ഇരുവരും ഭക്ഷണം കഴിച്ച് സംസാരിക്കാൻ ആരംഭിച്ചു. യെൻസു ചോദിച്ചു, അല്ല നീ ഇപ്പൊ എന്താ വന്നത്? പരീക്ഷയൊക്കെ കഴിഞ്ഞോ? എന്നാലും നീ എന്താടാ വന്നിട്ട് ആദ്യം എന്നെ വിളിക്കാനേ? പറഞ്ഞ പോലെ നിന്റെ കാമുകൻ ജയിച്ചോ? പക്ഷെ അത് ഹേവോണിന് അല്പം വേദനയുണ്ടാക്കി. ചില സുഹൃത്തുക്കൾ അങ്ങനെയാണല്ലോ, നമുക്ക് വേദനയുള്ള ഇടം തന്നെ നോക്കിക്കുത്തും. അവളുടെ മനസ്സിൽ അപ്പോൾ തോന്നിയത് അതായിരുന്നു. യെൻസു അങ്ങനെയുള്ള ഒരു സുഹൃത്താണ്. അവൾ ഒന്നും മിണ്ടിയില്ല. യെൻസു പറഞ്ഞു, എനിക്ക് മനസ്സിലായി മോളെ, നീ പരീക്ഷയിൽ പൊട്ടി, അവൻ ജയിച്ചു, അതല്ല കാര്യം. നീ ചമ്മല് കാരണം ഒളിച്ചു താമസിക്കാൻ വന്നതല്ലേടാ. നീ പിന്നെ പണ്ടേ അങ്ങനാണല്ലോ. ഇതിനു മുമ്പ് പരീക്ഷയ്ക്ക് പൊട്ടിയപ്പോഴും നീ ഒന്ന് നിർത്തോ? ഹേവോൺ പറഞ്ഞു. അതുകൊണ്ടല്ലേ നീ ഇപ്പൊ വന്നേ? സത്യം പറഞ്ഞ ഞാൻ എനിക്ക് വിശന്നത് കൊണ്ടാ വന്നേ. അയ്യോടാ, അപ്പൊ കുശുമ്പായിട്ടല്ല, എനിക്ക് ശരിക്കും വിശന്നിട്ടാടാ വന്നേ, ഹേവോൺ വീണ്ടും പറഞ്ഞു. അത് കേട്ട് ഇരുവരും ചിരിക്കാൻ തുടങ്ങി. എൻസു ചോദിച്ചു, നമുക്ക് ജേഹയെ കൂടി വിളിച്ചാലോ? ജേഹ അവൻ എപ്പോഴാ വന്നേ? ജേഹയെ പറ്റി പറയുമ്പോൾ കുറച്ചധികം പറയാനുണ്ട്. ജേഹ അവിടെ അടുത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലായിരുന്നു പഠിക്കാൻ പോയിരുന്നത്. ഈ അടുത്തായി അവന് ജോലിയും കിട്ടിയിരുന്നു. ഹേവോൺ സോളിലേക്ക് പോയതു മുതൽ സ്വാഭാവികമായും അവർ തമ്മിലുള്ള അടുപ്പം കുറഞ്ഞുപോയിരുന്നു. പക്ഷെ അവൻ മടങ്ങി വന്ന് അവന്റെ മാതാപിതാക്കളെ കൃഷിയിൽ സഹായിച്ചു. ഇപ്പോഴൊരു ചെറിയ തോട്ടവും തുടങ്ങിയിട്ടുണ്ട്. യെൻസുവിന്റെ കാര്യം മറ്റൊന്നാണ്. യെൻസുവിന് പഠിപ്പ് കഴിഞ്ഞ ശേഷം പട്ടണത്തിൽ ഒരു ബാങ്കിൽ ജോലി കിട്ടി. അവൾ ഗ്രാമത്തിൽ ആസ്വദിച്ച് ജീവിച്ചിട്ടില്ലാത്തതിനാൽ എപ്പോഴും ഇവിടെ ബോറടിയാണെന്നാണ് അവൾ പറയാറ്. അവളുടെ ഏറ്റവും വലിയ സ്വപ്നം തന്നെ എങ്ങനെയും ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സിറ്റിയിൽ താമസമാക്കണമെന്നാണ്. ഹേവോണിന്റെ കാര്യം പറഞ്ഞാൽ അവൾ പട്ടണത്തിലായിരുന്നപ്പോൾ ടീച്ചറാവാൻ പഠിക്കുന്നതിനൊപ്പം പാർട്ട് ടൈമായി ജോലിയും നോക്കിയിരുന്നു. സോളിലെ ജീവിതം അവൾക്ക് വല്ലാതെ ബോറടിച്ചു തുടങ്ങി. പുറത്തുനിന്നുള്ള ഭക്ഷണമൊന്നും അവളുടെ വയറ് നിറച്ചിരുന്നതേയില്ല. ആ ഭക്ഷണമൊന്നും യാതൊരുവിധ രുചിയും അവൾക്ക് തോന്നിയതേയില്ല. അതുകൊണ്ടായിരുന്നു വിശന്നിട്ടാണ് തിരിച്ചു വന്നതെന്ന് അവൾ യെൻസുവിനോട് പറഞ്ഞത്. പട്ടണത്തിൽ ഭക്ഷണം വെറുത്ത് പാർട്ട് ടൈം ജോലിയുമായി കഴിയുമ്പോഴാണ് എക്സാം റിസൾട്ട് വന്ന് കാമുകം പാസ്സായത്. ഹേവോണാണെങ്കിൽ എക്സാമിൽ പരാജയപ്പെടുകയും ചെയ്തു. ഹേവോണിന് അതിൽ പിന്നെ കാമുകനെ ഫേസ് ചെയ്യാൻ മടിയായി. കാമുകന്റെ ഫോൺ കോൾ വന്നിരുന്നു. ഞാൻ പരീക്ഷയിൽ പാസ്സായി, നിനക്കെന്താ പറ്റിയതെന്നറിയില്ല, അതുകൊണ്ട് തന്നെ എനിക്കത്ര
അത്ര സന്തോഷവും തോന്നുന്നില്ല. നീ തിരിച്ചു വിളിക്കണം, ഞാൻ കാത്തിരിക്കും. പക്ഷേ ഹേവോൺ ഫാസ്റ്റ് ഫുഡ് ജീവിതത്തെയും കാമുകനിൽ നിന്ന് അല്പം അകലവും ആഗ്രഹിച്ചു. അങ്ങനെയായിരുന്നു അവൾ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോന്നത്. പക്ഷെ ഗ്രാമത്തിലെത്തി രാത്രിയിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയതും രാത്രിയിലെ മൂങ്ങകളുടെ കരച്ചിലും മൃഗങ്ങളുടെ ഒച്ചയുമെല്ലാം ഹേവോണിനെ ഭയപ്പെടുത്താൻ തുടങ്ങി. രാത്രിയിൽ അവൾ ഉറക്കം ഞെട്ടി എഴുന്നേറ്റു. പലപ്പോഴും വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി. രാത്രിയിൽ അവിടെ കാട്ടുപന്നികൾ ഇറങ്ങാറുണ്ട് എന്നൊരു സംസാരമൊക്കെ ഉണ്ടായിരുന്നു പണ്ടുതൊട്ടേ. അതുകൊണ്ട് അവളിൽ ഭയം നിറഞ്ഞു തന്നെ നിന്നു. ഒരു വേളയിൽ ബുക്സു ആന്റിയെ വിളിച്ചാലോ എന്ന് പോലും ചിന്തിച്ച് അവൾ ഫോൺ എടുത്തു. പക്ഷെ പിന്നീട് വേണ്ടെന്ന് വെച്ച് ഫോൺ മാറ്റിവെച്ചു. പക്ഷെ പിറ്റേന്ന് ഉറക്കം എഴുന്നേറ്റിരിക്കുമ്പോൾ ബുക്സു ആന്റി അതാ വീട്ടിലേക്ക് വരുന്നു. ഹേവോൺ അത്ഭുതത്തോടെ ആന്റിയോട് ഞാൻ വന്നതെങ്ങനെ മനസ്സിലായെന്ന് തിരക്കി. ആന്റി പറഞ്ഞു, ചിമ്മിനിക്കൂടെ പുകയെന്ന് കണ്ട മനസ്സിലാക്കിക്കൂടെ? ഞാൻ വിചാരിച്ചു നിന്റെ അമ്മയായിരിക്കും വന്നിരിക്കുന്നതെന്ന്. ആന്റിക്ക് എങ്ങനെയുണ്ട്? അമ്മ ഇപ്പോഴും വരാറുണ്ടോ? എനിക്കറിയില്ല മോളെ, ഞാനങ്ങനെ എന്നും ഇങ്ങോട്ട് വരാറൊന്നുമില്ലല്ലോ. അവൾ ഇനി വന്നാലും എന്നെ അറിയിക്കാനൊന്നും നിൽക്കുമെന്ന് തോന്നുന്നുമില്ല. നിങ്ങൾ തമ്മി ഇപ്പോ അടുപ്പത്തിലൊന്നുമല്ലേ? അല്ലെന്ന് ഹ്യോവോൺ തലകുലുക്കി. ആന്റി പറഞ്ഞു, മോളെ നീയും അവളെ പോലെ തന്നെയാണോ? ഞാൻ വിചാരിച്ചത് നിന്റെ അമ്മ മാത്രമേ അങ്ങനെ ഒരു തരക്കാരിയായി ഉണ്ടാവൂ എന്നാ. നീയും വലിയ മാറ്റമൊന്നുമില്ലല്ലോ, നീയും അവളെ പോലെ തന്നെയാ. ആ എന്തേലും ആകട്ടെ, വാ വന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കി. ആന്റി അവളെ ക്ഷണിച്ചു. താല്പര്യമില്ലാതെ വേണ്ട എനിക്ക് വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞ് ഹേവോൺ ഒഴിയാൻ നോക്കി. ആന്റി ചോദിച്ചു, എപ്പോഴാ തിരിച്ചു പോകുന്നേ? 3-4 ദിവസം കഴിഞ്ഞ് പോകും. അമ്മയെങ്ങാനും വരുവാണേ ഞാൻ ഇവിടെ വന്ന കാര്യം പറയരുത് കേട്ടോ പ്ലീസ്. ആന്റി ശരിയെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നു. പോകുമ്പോ അവളെ വീണ്ടും ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. ഹേവോണും ഒന്നും മടിച്ചു നിന്നെങ്കിലും ആന്റിയുടെ പിന്നാലെ പോയി. ഏറെ രുചികരമായ ഭക്ഷണമായിരുന്നു നാടൻ ഭക്ഷണ വിഭവങ്ങളിൽ നിന്നും ആന്റി ഉണ്ടാക്കി വെച്ചത്. അവൾ ആസ്വദിച്ച് വയറ് നിറയെ കഴിച്ചു. തിരിച്ചു വരുമ്പോൾ നിറയെ ഭക്ഷണ വിഭവങ്ങളും ആന്റിക്ക് അടുത്തു നിന്നും അവൾ കൊണ്ടുവന്നിരുന്നു. വീട്ടിലെത്തിയപ്പോഴതാ അവിടെ ഒരു പട്ടിക്കുട്ടിയുമായി ജേഹ നിൽക്കുന്നു. ആ പട്ടിക്കുട്ടിയെ ഹേവോണിന് സമ്മാനിക്കാനായി കൊണ്ടുവന്നതായിരുന്നു അവൻ. ജേഹ പറഞ്ഞു, ഒറ്റയ്ക്ക് കിടക്കാൻ നിനക്ക് നല്ല പേടി കാണും, അതുകൊണ്ട് ഇവൻ നിനക്കൊരു കൂട്ടാവും. ഈ പട്ടിയെ കൊണ്ട് എനിക്കെന്താ ഗുണം? ഞാൻ വേഗം തിരിച്ചു പോവും. ചൂടുള്ള ജീവികളൊക്കെ ഉപകാരപ്പെടും. അല്ല, പെട്ടെന്ന് പോകുന്ന ആൾക്കെന്തിനാ ഇത്രയും ഭക്ഷണ സാധനം? ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ ജേഹ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. കുറച്ച് നടന്നതും തിരികെ നിന്ന് പറഞ്ഞു, ആ പിന്നെ ഇവന്റെ പേര് ഫിബോ എന്നാണ് കേട്ടോ, നിന്നെ ഇതിനൂടെ കൊണ്ടുപോ. ഹേവോൺ പറഞ്ഞെങ്കിലും ജേഹ അതൊന്നും കേൾക്കാതെ തിരികെ പോയി. അന്ന് രാത്രിയിൽ ഹേവോണിന് കാമുകനൊരു മെസ്സേജ് അയക്കണമെന്ന് തോന്നി. അവൾ ടൈപ്പ് ചെയ്തു, സോറി ഹു, നമുക്ക് അധികം വൈകാതെ കാണാം. പക്ഷേ പിന്നീട് എന്തോ അത് അയക്കാൻ തോന്നിയില്ല. മെസ്സേജ് ക്യാൻസൽ ചെയ്ത് അവൾ കിടക്കാൻ തീരുമാനിച്ചു. പക്ഷെ പെട്ടെന്ന് പുറത്ത് ശബ്ദം കേൾക്കുന്ന പോലെ തോന്നി. അവൾ വാതിൽ തുറന്ന് ഫിബോയെ അകത്തേക്ക് കയറ്റി. അന്ന് ഫിബോയ്ക്കൊപ്പം കിടന്നുറങ്ങിയതിനാൽ അവൾക്ക് ഭയമേ തോന്നിയില്ല. അന്ന് ഏറെ ശാന്തതയോടെ അവൾ ഏറെ നേരം ഉറങ്ങി. പണ്ടൊന്നും അവൾ ആ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നില്ല. അവളുടെ എൻട്രൻസ് എക്സാം കഴിഞ്ഞ് അവൾ ഒരിക്കൽ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോഴായിരുന്നു അമ്മ വീട് വിട്ടുപോയ കാര്യം അവൾ മനസ്സിലാക്കുന്ന തന്നെ. അന്ന് വൈകുന്നേരം ആന്റി വീട്ടിലേക്ക് വന്നു. ആന്റി അവളോട് അമ്മ ഇല്ലേ എന്ന് തിരക്കി. അമ്മ വന്നില്ലെന്ന് പറഞ്ഞപ്പോ നിന്നോടൊന്നും പറഞ്ഞില്ലായിരുന്നു? പോകുന്നതിന് മുമ്പ് നിന്നെ നോക്കാൻ എന്നോട് വന്ന് പറഞ്ഞിരുന്നു എന്നും കൂട്ടിച്ചേർത്തു. കാര്യം എന്താണെന്നൊന്നും പറഞ്ഞില്ല, വേഗം പോവുകയും ചെയ്തു. അമ്മ വിട്ടുപോയതിൽ ഹേവോണിന് വല്ലാത്ത ദുഃഖം തോന്നി. ആന്റി അവളെ സമാധാനിപ്പിച്ചു, മോള് വിഷമിക്കണ്ട, അമ്മ വേഗം വരും. പക്ഷേ അവൾ വേദനയോടെ പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല. അന്ന് വീട് മുഴുവൻ നോക്കുന്നതിനിടയിൽ ഹേവോണിന് അമ്മ എഴുതി വെച്ച കത്ത് കിട്ടി. അവൾ വായിച്ചെങ്കിലും അമ്മ എഴുതിയതൊന്നും അവൾക്ക് തിരിച്ചറിയാനോ മനസ്സിലാക്കിയെടുക്കാനോ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും അമ്മ പെട്ടെന്നൊന്നും തിരിച്ചു വരില്ല എന്ന് മാത്രമായിരുന്നു അവൾ മനസ്സിലാക്കിയത്. അവൾക്ക് 4 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് അമ്മയും അവളും കൂടി അപ്പയുടെ ഗ്രാമമായ അങ്ങോട്ടേക്ക് താമസം മാറിയത്. അപ്പയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടായിരുന്നു ആ സ്ഥലം മാറ്റം. എന്നാലും അപ്പയുടെ മരണശേഷവും അവർ അവിടെ തന്നെ നിന്നു. അമ്മ പെട്ടെന്ന് അവളെ വിട്ടു പോയതിൽ അവൾക്ക് അതിയായ ദേഷ്യവും അത്ഭുതവും അന്ന് തോന്നിയിരുന്നു. സ്വന്തം കാലിൽ നിൽക്കണമെന്നും അതുവഴി അമ്മയുടെ സഹായം ആവശ്യമില്ലെന്ന് തെളിയിച്ചു കാണിക്കണമെന്നും അവൾക്ക് വാശി തോന്നി. അങ്ങനെയായിരുന്നു കോളേജ് അഡ്മിഷൻ ലഭിച്ചപ്പോൾ അവൾ അവിടെ നിന്നും സോളിലേക്ക് മാറി താമസിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോഴോ പോയതല്ലാതെ തനിക്ക് വേണ്ടി തന്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന ഉത്തരങ്ങൾ കണ്ടെത്താൻ അവൾക്ക് സാധിച്ചില്ല. അത് കണ്ടെത്താനാവാതെയാണ് അവൾ ഇന്ന് തിരിച്ചെത്തിയിരിക്കുന്നത്. അമ്മയ്ക്ക് അമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിച്ചു കാണുമോ? അവൾ ചിന്തിച്ചു നിൽക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ജേഹയും എൻസുവും വന്നു. എൻസുവിനൊപ്പം ഹേവോൺ റൈസ് കേക്ക് ഉണ്ടാക്കുന്നതിൽ ഏർപ്പെട്ടു. ജേഹയപ്പോൾ പുറത്ത് ഫിവോയ്ക്കായി ഒരു കൂട് നിർമ്മിക്കുകയായിരുന്നു. ജേഹയുടെ മേൽ തനിക്കൊരു കണ്ണുള്ള കാര്യം, അവനോട് പ്രേമമുള്ള കാര്യം എൻസു ഹേവോണിനോട് തുറന്നു പറഞ്ഞു. പ്രേമത്തിനെ പറ്റി പറഞ്ഞതും ഹേവോൺ പറയാൻ തുടങ്ങി, ഈ ഒലക്കേല പ്രേമം പട്ടണത്തിലാണെങ്കിലും ഇവിടാണെങ്കിലും ഒക്കെ കണക്കാ. അപ്പൊ ഒരു പണി ചെയ്, അവന്റെ മേലിൽ നിന്ന് നിന്റെ കണ്ണങ്ങോട്ട് മാറ്റിക്കോ. ജേഹ എന്റെയാ, മനസ്സിലായോടാ? എൻസു ചോദിച്ചു. അത് കേട്ട് ഹേവോൺ
പൊട്ടിച്ചിരിച്ചു. ഹേവോൺ പുറത്തേക്ക് നോക്കിയപ്പോൾ ജേഹ ചിരിയോടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു. ജേഹയെ നോക്കി ഹേവോണും ചിരിച്ചു. അത് കണ്ട് എൻസുവിന് ചെറിയ കുശുമ്പ് വന്നു. ഡാ, എൻസു ഗൗരവത്തിൽ വിളിച്ചു. എന്താടാ? വേണ്ടാട്ടാ, അവൾ പറഞ്ഞു. വൈകാതെ ഗംഭീര റൈസ് കേക്ക് തയ്യാറായി. മൂവരും ഒരുമിച്ച് അത് കഴിക്കാൻ തുടങ്ങി. എൻസു പറഞ്ഞു, നിന്റെ അമ്മ ഉണ്ടാക്കുന്ന അതേ റൈസ് കേക്ക് പോലെ തന്നെയുണ്ട്. എന്റേതിനാ സ്വാദ് കൂടുതലെന്ന് തോന്നുന്നു. ഹേവോൺ അഭിപ്രായപ്പെട്ടു. ഉടൻ ജേഹ പറയാൻ തുടങ്ങി, പക്ഷെ ചെറുതായി വ്യത്യാസമുണ്ട്. അമ്മയുണ്ടാക്കുന്നത് കുറച്ചുകൂടി മധുരമായിരിക്കും, നിന്റേത് കുറച്ച് ഉപ്പരസമാ. ജേഹ പറഞ്ഞതും ഹേവോൺ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി. ഇവൻ എങ്ങനെ ഇത് മനസ്സിലാവുന്നേ? അമ്മ മലങ്കാരക്ക് പകരം മത്തങ്ങയെ ഉപയോഗിച്ചിരുന്നത്. അത് നല്ല മധുരമായിരിക്കും. ഞാനാണെങ്കിൽ പയറ് വേവുന്ന സമയത്ത് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കും. അന്ന് രാത്രി വരെ 3 കൂട്ടുകാരും ഒരുമിച്ചുണ്ടായിരുന്നു. രാത്രിയിൽ യാത്ര പറഞ്ഞിറങ്ങാൻ നേരം ഫിബോയുടെ കാര്യം ജേഹ പറഞ്ഞപ്പോൾ ഹേവോൺ പറഞ്ഞു, എനിക്ക് അധികം വൈകാതെ തിരികെ പോണം. ഉടൻ എൻസു ഗൗരവത്തിൽ പറയാൻ തുടങ്ങി, സോളിൽ എന്ത് കുന്തമുണ്ടായിട്ടാ? പരീക്ഷയും പൊട്ടി ജോലിയും കളഞ്ഞു, പിന്നെ ആ ചെക്കനുമായും പിണങ്ങി. മര്യാദക്ക് ഇവിടെ നിന്നു എന്ന് പറഞ്ഞ് ജേഹയുടെ കൈ കോർത്തു പിടിച്ച് അവൾ പോവാൻ തുടങ്ങി. ട്രക്കിൽ പോകുമ്പോൾ ജേഹ എൻസുവിനോട് ചോദിച്ചു, എനിക്ക് മനസ്സിലാവാത്തത് എന്താന്ന് വെച്ചാ അവൾ എന്താ അമ്മയെ തിരക്കാത്തെ? അവർ നല്ല അടുപ്പത്തിലായിരുന്നില്ലേ? എൻസു പറഞ്ഞു, അത് അവളുടെ ആത്മാഭിമാനം കാരണമാ. അവൾക്ക് അമ്മയോട് ദേഷ്യമായിരിക്കും, പക്ഷെ അത് പുറത്തു കാണിക്കുകയാണെങ്കിൽ താൻ കീഴടങ്ങിയെന്ന് അവൾ കരുതുന്നുണ്ടാവും. അവൾക്ക് ഹൈസ്കൂൾ കഴിഞ്ഞ ശേഷം എങ്ങനെയും താമസം മാറണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനു മുമ്പേ അമ്മ പോയി. അത് അവളുടെ ആത്മാഭിമാനത്തെ ബാധിച്ചു. അമ്മമാരും പെൺമക്കളും എപ്പോഴും ഇങ്ങനാണോ? ജേഹ ചോദിച്ചു. അതെന്താന്നറിയോ? അവരമ്മയും മകളും ആയതുകൊണ്ടാ. അവളൊരു അഭിമാനമുള്ള പെണ്ണാ. അതുകൊണ്ടൊക്കെ തന്നെയാകും അവൾ അവളുടെ ചെക്കനുമായി വഴക്കിട്ടതും. അവനുമായി പിരിഞ്ഞോ ആവോ, എനിക്കെങ്ങും അറിയില്ല. പിറ്റേന്ന് ഹേവോണിന്റെ കാമുകം വിളിച്ചിരുന്നു. പക്ഷെ താല്പര്യമില്ലാത്ത പോലെ റേഞ്ച് ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ അധികം വൈകാതെ മടങ്ങി വരുമെന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. അന്ന് അവൾ നേരെ പോയത് ജേഹയുടെ ഗ്രീൻ ഹൗസിലേക്കായിരുന്നു. നിറയെ തക്കാളികൾ അവിടെ കൃഷി ചെയ്തിരുന്നു. അതിൽ നിന്നും അവൾ ചെറിയ തക്കാളി നോക്കി ഒരെണ്ണം പറിച്ചു കഴിച്ചു. പെട്ടെന്നാരോ കള്ളൻ കള്ളൻ എന്നലറുന്ന ശബ്ദം കേട്ട് അവൾ വല്ലാതെ ചാടി എഴുന്നേറ്റു. അത് ജേഹയായിരുന്നു. ജേഹയെ കണ്ടതും പേടിച്ച് അവൾ ചിരിയോടെ പറഞ്ഞു, നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നീ എന്തിനാ എന്റെ തോട്ടത്തിൽ കയറിയേ? തക്കാളിയൊക്കെ നല്ലതല്ലേ? അവൾ അത് കഴിച്ച് ആസ്വദിച്ചു പറഞ്ഞു, പൊളി, സോളിൽ ഇത്ര നല്ലതൊന്നും കിട്ടില്ല. ഫ്രഷായി പറിക്കുന്നതിന്റെ രുചി അല്ലേലും ഒന്ന് വേറെ തന്നെയല്ലേ? നിന്നെ സമ്മതിച്ചു. അതെന്താ അസൂയാവുന്നടാ? നീ എവിടുന്ന കൃഷിയൊക്കെ പഠിച്ചേ? എന്റെ അച്ഛന്റെ അടുത്തുനിന്ന്. പിന്നെ വേറെ കുറെ കർഷകർ, പിന്നെ ഇന്റർനെറ്റ്. അവർ പരസ്പരം ചിരിച്ച് ബാല്യകാല തമാശകളൊക്കെ പറഞ്ഞ് അവിടെ അല്പനേരം ചിലവഴിച്ചു. അന്ന് മടങ്ങിയെത്തിയ ശേഷം വിറക് വെട്ടുകയായിരുന്നു അവളുടെ ജോലി. വിറക് വെട്ടി ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് തോന്നി, നന്നായി അധ്വാനിച്ചു, കുറച്ച് മദ്യമുണ്ടാക്കിയാലോ? അവൾ അമ്മയുണ്ടാക്കിയിരുന്ന ഓർമ്മകളിൽ നിന്ന് അരി കൊണ്ടുണ്ടാക്കുന്ന വീഞ്ഞുണ്ടാക്കാൻ തുടങ്ങി. പിറ്റേന്നായപ്പോഴേക്കും നാടൻ മദ്യം റെഡി. കുപ്പിയിൽ നിറച്ച മദ്യം അവൾ ആസ്വദിച്ചു കുടിച്ചു. പിറ്റേന്ന് കൂടെ കുടിക്കുവാൻ വേണ്ടി ജേഹയെയും എൻസുവിനെയും അവൾ വിളിച്ചു വരുത്തിയിരുന്നു. മൂവരും ആസ്വദിച്ചു കുടിച്ചു. ജേഹ കുടിച്ചു കിടക്കുകയായിരുന്നു. ഹേവോൺ പാത്രം കഴുകാൻ എഴുന്നേറ്റു. കുടിച്ചു കഴിഞ്ഞാൽ ജേഹ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവൻ പറയാൻ തുടങ്ങി, പട്ടണത്തിൽ ജീവിക്കുമ്പോഴാ എനിക്ക് മനസ്സിലായത് കൃഷി എന്നത് എത്ര മഹത്തരമായ ജോലിയാണെന്ന്. മണ്ണിൽ മുളച്ചു നിൽക്കുന്ന നാമ്പുകൾ ഭൂമിയിൽ മുളച്ചു നിൽക്കുന്ന ആത്മാക്കളെ പോലെ അവ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നു. എനിക്കതങ്ങനെ വിവരിക്കണം എന്നുപോലും അറിയില്ല. പക്ഷേ ഏറ്റവും മഹത്തരമായ ഒരു ജോലിയാണ് ഞാൻ തിരഞ്ഞെടുത്തതെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു. ജേഹ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയത് അവന്റെ ജീവിതത്തിന്റെ ഉത്തരവുമായിട്ടായിരുന്നു. പക്ഷേ എന്റെ കാര്യമോ? ഞാനൊന്നും താങ്ങാനാവാതെ ഓടി വരികയായിരുന്നു ഇവിടേക്ക്. ഹേവോൺ ചിന്തിച്ചിരുന്നു. നഗരത്തിലെ ജീവിതവും ഇഷ്ടമില്ലാത്ത ഭക്ഷണത്തിന്റെ കാര്യവും ഒക്കെയും തന്നെ. മഞ്ഞുകാലം കഴിയാറായിരുന്നു. പക്ഷേ അവൾക്ക് ഗ്രാമം വിട്ടുപോവാൻ തോന്നിയില്ല. അവിടെ തന്നെ തുടരാൻ അവൾ തീരുമാനിച്ചു. ആകാശത്തേക്ക് നോക്കിയിരുന്ന് രാത്രിയിൽ അവൾ വിളിച്ചു ചോദിച്ചു, ഈ മഞ്ഞുകാലത്തിലൂടെ വസന്തത്തിന്റെ ആത്മാക്കൾ പൊട്ടിപ്പുറപ്പെടുന്നതുവരെ ഞാൻ ഇവിടെ നിന്നാൽ എനിക്ക് എന്റെ ഉത്തരങ്ങളെ കണ്ടെത്താൻ സാധിക്കുമോ? നാളുകൾ പിന്നെയും ഒരുപാട് കടന്നുപോയി. വസന്തം പിറന്നു. വസന്തമായതോടെ അവൾ കൃഷി ചെയ്യാനും തുടങ്ങി. വസന്തകാലത്ത് ഉരുളക്കിഴങ്ങാണ് ആദ്യം വെച്ചുപിടിപ്പിക്കുക. തണുപ്പാണെങ്കിലും ഭൂമിയുടെ ചൂടുകൊണ്ട് ഉരുളക്കിഴങ്ങ് മുളച്ചു വരും. മുളനാമ്പുകൾ, പൂക്കൾ, പിന്നെ വിളവെടുപ്പ്, എല്ലാറ്റിനും സമയമെടുക്കും. നമ്മൾ കാത്തിരിക്കണം. നമ്മൾ കാത്തിരുന്നേ പറ്റൂ. കാത്തിരിക്കുക. ഏറ്റവും രുചിയുള്ള ഭക്ഷണം രുചിക്കാൻ നമ്മൾ കാത്തിരിക്കുക. പച്ചപ്പുല്ലുകൾ വസന്തകാലത്ത് സൗജന്യമായി കിട്ടും. പക്ഷെ ഉരുളക്കിഴങ്ങ് കിട്ടണമെങ്കിൽ കഷ്ടപ്പാട് തന്നെ വേണം. ഗ്രാമം ഒട്ടുക്കും വസന്തം നിറഞ്ഞു നിന്നിരുന്നു. തണ്ടുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തണ്ടുകൾ ശിശിരകാലത്ത് ഭക്ഷിക്കണമെങ്കിൽ വളരെ ശ്രദ്ധയോടെ ഉണക്കി സൂക്ഷിക്കണം. അവൾ തണ്ടുകൾ പറിച്ച് ഉണക്കി സൂക്ഷിക്കാൻ തുടങ്ങി. അവൾ സ്വയം ചിന്തിച്ചു, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോ ശിശിരകാലത്തും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്നല്ലേ അത് സൂചിപ്പിക്കുന്നേ? ഇടയ്ക്കൊക്കെ മഴ പെയ്യും. മഴയിൽ ഒച്ചുകൾ നിറയും. മഴയ്ക്ക് ശേഷമായിരിക്കും ഉരുളക്കിഴങ്ങുകൾ മുളച്ചു തുടങ്ങുക. ഉരുളക്കിഴങ്ങുകൾ മുളച്ചാൽ മറ്റു വിളകൾ നടാൻ സമയമായി. അവിടെ മുതൽ വയലിൽ പിന്നെ സമയം പാഴാക്കാനില്ല. വീടിന് ചുറ്റും അവൾ മുളകുകളും നടാൻ തുടങ്ങി. എൻസുവും സഹായിക്കാനുണ്ടായിരുന്നു. ജേഹയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. എൻസു മുളക് നടന്നത് കണ്ട് അത് തെറ്റായ രീതിയാണെന്ന് പറഞ്ഞ് ജേഹ അവളെ ഉപദേശിച്ചു. പക്ഷേ
എൻസുകൊണ്ടോ സമ്മതിക്കുന്നു. രണ്ടുപേരും വാക്കുതർക്കമായി. കുറച്ചു കഴിഞ്ഞതും ഹേവോൺ പറഞ്ഞു, രണ്ടും മിണ്ടാതിരിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ വായടിച്ച് രണ്ടും വീട്ടിലേക്ക് വിട്ടോ. രസകരമായ സൗഹൃദവും കൃഷിയും ഹേവോൺ വലിയ രീതിയിൽ ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു. ഒപ്പം രുചികരമായ ഭക്ഷണവും, നൂഡിൽസും ചുറ്റുമുള്ള പച്ചക്കറികളും, എന്തിനേറെ പൂക്കൾ വരെ അവൾ ഏറെ രുചികരമായ രീതിയിൽ പാചകം ചെയ്ത് കഴിച്ചു. അങ്ങനെ കഴിക്കുമ്പോൾ അവൾ ആ കാര്യം ഓർത്തു. കോളേജിൽ പഠിക്കുമ്പോൾ ഒരു സഹപാഠിയുടെ ദേഹത്ത് പുഴുകേറിയപ്പോൾ അവൾ കൈകൊണ്ട് അതിനെ എടുത്ത് മാറ്റിയിരുന്നു. അവർക്കൊക്കെ അത് അത്ഭുതമായിരുന്നു എന്ന്. അവർക്കറിയില്ലല്ലോ ഹേവോൺ അവിടുത്തെ മണ്ണിന്റെയും വായുവിന്റെയും സ്വന്തം ആളാണെന്ന്. പുഴുക്കളൊക്കെ കൈകൊണ്ട് തൊടുക എത്ര ഈസി ആയിരുന്നു അവൾക്ക്. പക്ഷെ ഗ്രാമത്തിൽ ജീവിതം അങ്ങനെയാണെങ്കിലും ചില കാര്യങ്ങളൊക്കെ അവൾക്ക് അസഹ്യമായിരുന്നു. കറി വെക്കെന്ന് പറഞ്ഞ് ചിലപ്പോ അയൽക്കാരിലെ ചേട്ടന്മാർ വന്ന് കോഴിയൊക്കെ വീട്ടിലേക്ക് ഇട്ടിട്ട് പോകും. അയൽക്കാരി ചേച്ചികളാണെങ്കിൽ വിളിച്ചിരുത്തി അമ്മയെ പറ്റിയും മറ്റും പരദൂഷണവും മറ്റും ചോദിച്ചും പറഞ്ഞുമിരിക്കും. സാധനങ്ങൾ വാങ്ങാൻ പോയാലോ സൂപ്പർ മാർക്കറ്റ് കൃഷിക്കാലമൊക്കെ ആയാൽ പലപ്പോഴും മടന്നായിരിക്കും കിടക്കുക. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഹേവോണിനെ ഏറ്റവും വിഷമിപ്പിച്ചിരുന്നത് പാചകം ചെയ്യുമ്പോൾ അവൾക്ക് അമ്മയെ ഓർമ്മ വരും എന്നതായിരുന്നു. എപ്പോഴും അവൾക്ക് അമ്മയോട് മത്സരിക്കുന്ന പോലെ തോന്നും. പാചകം ചെയ്യുന്നതിനിടയിൽ അമ്മയുടെ ഓർമ്മ വരുമ്പോൾ എന്റെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവമ്മ എന്നുപോലും അവൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അമ്മയുണ്ടോ പോകുന്നു. ചെറുപ്പകാലത്തെ അമ്മയുടെ ഭക്ഷണ പരീക്ഷണങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഓടി വന്നുകൊണ്ടിരിക്കും. അന്ന് അങ്ങനെ നിന്നപ്പോൾ ഓടി വന്നത് ക്യാബേജ് കൊണ്ടുണ്ടാക്കിയ പാൻകേക്ക് ആയിരുന്നു. അമ്മ ക്യാബേജ് ഉപയോഗിച്ച് പാൻകേക്ക് ഉണ്ടാക്കി. ഏറ്റവും ഒടുവിൽ അതിനു മുകളിലേക്ക് ഒരു മരക്കഷ്ണം ചിതറിയിട്ടു. അതിന് നല്ല സുഗന്ധവും മണവും ഉണ്ടായി. ചെറുപ്പത്തിൽ അതൊക്കെ വലിയ സംഭവമായിട്ടായിരുന്നു ഹേവോണിന് തോന്നിയിരുന്നത്. പക്ഷെ നഗരത്തിൽ വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അതെല്ലായിടത്തും കണ്ടു തുടങ്ങിയപ്പോഴാണ് അമ്മ കണ്ടുപിടിച്ചതല്ല അതെന്ന കാര്യം അവൾക്ക് മനസ്സിലായത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ പാചകം മികച്ചതായിരുന്നു എന്ന കാര്യത്തിൽ അവൾക്ക് തർക്കമുണ്ടായിരുന്നില്ല. കാര്യം അതൊക്കെ ഓർത്തെങ്കിലും അവളന്ന് ക്യാബേജ് വെച്ച് പലഹാരം ഉണ്ടാക്കിയില്ല. അത് പച്ചക്ക് കഴിച്ചു. ക്യാബേജ് പച്ചക്ക് കഴിക്കുന്നതാണത്ര രുചികരം. കൂടുതൽ ചവയ്ക്കുമ്പോൾ അവ കൂടുതൽ മധുരമുള്ളതാവും. എങ്കിലും കുറച്ചു കഴിഞ്ഞ് മുട്ടയും എടുത്ത് അവൾ മനോഹരമായ ക്യാബേജ് കൊണ്ടുള്ള ഒരു വിഭവം തയ്യാറാക്കി ശേഷം ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. ആ സമയമായിരുന്നു പോസ്റ്റ്മാൻ അങ്ങോട്ടേക്ക് വന്നത്. അകത്തേക്ക് കയറി വന്ന പോസ്റ്റ്മാൻ പറഞ്ഞു, ഈ അടുത്ത കാലത്തൊന്നും ഇവിടേക്കൊരു കത്ത് വന്നിട്ടില്ല. ഹേവു അല്ലേ? അതെ. ഹലോ സാർ. അവൾ ആ കത്ത് നോക്കി ശേഷം പറഞ്ഞു, അതെ, നിങ്ങൾക്കിത് തിരിച്ചയക്കാമോ? അതെന്താ? അത് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകും. എനിക്ക് ഈ വിലാസത്തിൽ കത്തുകൾ വരണമെന്നില്ല. എനിക്കതിനുള്ള വകുപ്പില്ല. മാത്രമല്ല ഇതിൽ തിരിച്ചയക്കാനുള്ള വിലാസവുമില്ല. പിന്നെങ്ങനെ തിരിച്ചയക്കും? പിന്നെ ഹേവു, ഇത് വായിക്കണോ വേണ്ടേ എന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്കിത് എത്തിച്ചേ പറ്റൂ. പോസ്റ്റ്മാൻ തിരികെ പോയി. വന്നത് അമ്മയുടെ കത്തായിരുന്നു. അടുത്ത ദിവസം മുതൽ കണ്ടത്തിൽ ഞാറ് നടാൻ തുടങ്ങുകയായിരുന്നു. മെഷീനുമായി ജേഹോയും ഹേവോണും എൻസുവും ഞാറ് നടാനിറങ്ങി. കുറച്ചു കഴിഞ്ഞ് ഞാറ് നടലിനിടയിലെ വിശ്രമവേളയിൽ ഹേവോൺ ജേഹയോട് സംസാരിക്കാൻ ആരംഭിച്ചു. അവൾ കത്തിന്റെ കാര്യം ജേഹയോട് പറഞ്ഞു. ജേഹ തിരക്കി, കത്തിൽ എന്താ അമ്മ എഴുതിയിരുന്നേ? അമ്മയുടെ ഉരുളക്കിഴങ്ങ് റൊട്ടിയുടെ പാചകക്കുറിപ്പ്. കാര്യം എനിക്കത് അറിയാൻ നല്ല ആഗ്രഹമായിരുന്നു. നീ അത് കഴിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അത് വേറെ ലെവല് സാധനമാ. ഞാൻ അമ്മയോട് കിഞ്ചിയിട്ടുണ്ട് അതൊന്ന് പറഞ്ഞു തരാൻ. പിന്നൊരിക്കൽ പഠിപ്പിക്കാന്ന് പറഞ്ഞ് അന്നൊക്കെ അമ്മ തടി തപ്പലായിരുന്നു. എന്നിട്ട് എന്നെ ഇട്ടിട്ട് പോയിട്ടിപ്പോ ഉരുളക്കിഴങ്ങ് റൊട്ടിയുടെ പാചകക്കുറിപ്പ് അയച്ചു തന്നിരിക്കുന്നു. എന്ത് സാധനമാ? അതതിന് നല്ല ഉപകാരമുള്ളൊരു സാധനല്ലേ? ഗൗരവത്തിൽ ഹേവോൺ ജേഹയെ നോക്കി. ജേഹ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിന്റെ ഒരു കിടിലം പാചകക്കുറിപ്പ് അമ്മയ്ക്ക് നീ അങ്ങ് അയച്ചു കൊടുത്തേരെ. അതിനെനിക്കറിയോ അമ്മ എവിടെയാണെന്ന്. അവരെന്തായാലും സന്തോഷത്തോടെ ആയിരിക്കും. അതും പറഞ്ഞ് ജേഹ ഞാറ് നടാനായി കണ്ടത്തിലേക്ക് ഇറങ്ങി. പെട്ടെന്നായിരുന്നു ഹേവോൺ അത് ചിന്തിക്കാൻ തുടങ്ങിയത്. അത് വിചിത്രമായിരിക്കുന്നല്ലോ, ഞാൻ ഇവിടെയാവുമെന്ന് അമ്മ എങ്ങനെയാ അറിഞ്ഞത്? അവളും കൃഷിക്കായി കണ്ടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങി. മടങ്ങി വന്ന ശേഷം മനോഹരമായ പൂവുകൾ വറുത്ത് രുചികരമായ ഭക്ഷണം അവൾ ആസ്വദിച്ചു കഴിച്ചു. വസന്തകാലവും അവസാനിക്കാൻ തുടങ്ങാറാവുന്നു. അവൾക്ക് ഗ്രാമം വിട്ടുപോവാൻ തോന്നിയതേയില്ല. വേനൽക്കാലം തുടങ്ങാൻ പോവുകയായിരുന്നു. ഹേവോന്റെ ജീവിതത്തിൽ ഇനി എന്തായിരിക്കും നടക്കുക? വേനൽക്കാലവും അവൾ അവിടെ തന്നെ കഴിഞ്ഞുകൂടുമോ? അവളുടെ അമ്മ മടങ്ങി വരുമോ? ജീവിതത്തിന്റെ ഉത്തരം അവൾക്ക് കണ്ടെത്താൻ സാധിക്കുമോ? തുടർന്ന് കാണുവാൻ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.